ഷിരൂരിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ISRO കൈമാറിയെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ. കാർമേഘം മൂടി നിൽക്കുന്നതിനാൽ ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല. അപകടം നടന്ന ശേഷമുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളിലെ സൂചനകൾ ഉപയോഗിച്ചാകും ഇന്നത്തെ തെരച്ചിൽ. ഹൈ വിസിബിലിറ്റി സോണാർ സംവിധാനം എത്തിക്കുമെന്നും കളക്ടർ പറഞ്ഞു. Our focus is on the river side. Based on the satellite image, they have narrowed down on certain pockets where sonar is also there and they have a radar also. Both are being done. Today, Navy is doing a deep penetrating sonar device. Based on the ISRO satellite imagery only, Navy has narrowed down on certain areas. In that area, they will be doing the sonar searching. റഡാർ ഉപയോഗിച്ചുള്ള സെർച്ചാണ് ഇന്ന് നടക്കുക എന്നാണ് കളക്ടർ പറഞ്ഞത്. നമുക്ക് ഷിരൂരിലേക്ക് പോകാം. ആരാണ് ആദ്യം ഉള്ളത്? ഹഷ്മി താജ് ഇബ്രാഹിമാണുള്ളത്. ഹഷ്മി, ഇപ്പോൾ കളക്ടർ പറഞ്ഞത് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ആ രീതിയിൽ സോണാർ ഉപയോഗിച്ചുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെയാകും നടക്കുക. ഇപ്പോൾ അവിടെ മഴ മാറി നിൽക്കുന്നുണ്ടല്ലേ ഹഷ്മി? അത്യാവശ്യം മഴ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് വിശ്വസിക്കാൻ കഴിയില്ല സ്മിത കൃഷ്ണ. ഏത് സമയവും വലിയ രീതിയിൽ വലിയ കാറ്റോടുകൂടി മഴ പെയ്യുന്നതാണ് നമ്മൾ ഇന്നലെ മുതൽ കാണുന്നത്. ഇന്നും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാലാവസ്ഥാ പ്രവചനവും അങ്ങനെ തന്നെയാണ്. ഒറ്റപ്പെട്ട ഇടവിട്ട വലിയ മഴ എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. ഇപ്പം ഇന്നും മഴ പ്രതീക്ഷിക്കണം. മാത്രമല്ല നമ്മൾ ഈ ദിവസങ്ങളൊക്കെ മഴയെ അതിജീവിച്ചുകൊണ്ട് തന്നെ ആണ് രക്ഷാദൗത്യം നടക്കുന്നത്. മഴ ഉറപ്പായും രക്ഷാദൗത്യത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം. ഏറ്റവും ഒടുവിൽ കിട്ടുന്നത് നേരത്തെ പറഞ്ഞ ആ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ്. ആ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ അപകടശേഷമുള്ള ദൃശ്യങ്ങൾ അതിലുണ്ട്. പക്ഷെ അത് ഒട്ടുമേ വ്യക്തമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതുകൂടി ചേർത്തുകൊണ്ടാകും ഇന്നിപ്പോൾ കരസേനയും നാവികസേനയും സംയുക്തമായി തെരച്ചിലിന് നേതൃത്വം നൽകുക. നേരത്തെ ഒരു സൈറ്റ് സീയിങ് സോണാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ച് പരിശോധന ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. പക്ഷേ അതിലുപരി ഹൈ വിസിബിലിറ്റി സോണാർ എന്ന് പറയുന്ന കുറച്ചുകൂടി സാങ്കേതിക അപ്ഡേഷനുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചാകും ഗംഗാവാലിപ്പുഴയിലെ തെരച്ചിൽ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഗംഗാവാലിപ്പുഴ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്മിത കൃഷ്ണ, ഗംഗാവാലിപ്പുഴ അങ്ങനെ കുത്തിയൊലിച്ചൊഴുകാണ്, ചുവന്നൊഴുകാണ്, നിറയെ മണ്ണാണ്, അടിത്തട്ട് നിറയെ മണ്ണാണ്. അപ്പോൾ അതിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന നേവി ഡൈവർമാരുടെ ഒരു സഹായം കൊണ്ട് മാത്രം അതൊരു പക്ഷേ നടന്നു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ ഹൈ വിസിബിലിറ്റി സോണാർ എത്തിക്കുന്നത്. ഹൈഡ്രോഗ്രാഫർ അടക്കം ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. കൂടുതൽ സാങ്കേതിക സംവിധാനത്തോടുള്ള ഒരു ഗംഗാവാലി കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന നടക്കുന്നത്. ഇതിനിടെ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവരിൽ ഒരാൾ അദ്ദേഹത്തെ അകത്തേക്ക് ഇന്ന് കയറ്റിവിടാൻ പോലീസ് തയ്യാറാവുന്നില്ല. കാർവാർ SP അടക്കം പറഞ്ഞിട്ടും അങ്ങോട്ടേക്ക് അവരെ കടത്തിവിടാൻ തയ്യാറാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് അവിടെ നിൽക്കുന്ന മലയാളി രക്ഷാപ്രവർത്തകരെ അവിടെ ഇറക്കി വിടാനുള്ള ഒരു പദ്ധതിയൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ഇറക്കി വിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം ഇന്നും ഏതാണ്ട് സമാനമായ കുറച്ചുകൂടി ആ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ്. അകത്തേക്ക് മാധ്യമപ്രവർത്തകർ ഇന്ന് ഒരു കാരണവശാൽ കയറ്റില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷ കാർവാർ SP DYFI സംസ്ഥാന അധ്യക്ഷൻ V വസീഫ് അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ മലയാളി രക്ഷാപ്രവർത്തകരകത്തേക്ക് കയറ്റി വിടുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? കാര്യം അവർ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ആവുമ്പോൾ ജോലി എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അധികാരമൊന്നുള്ളവരല്ല എങ്കിൽ കൂടി അവർക്ക് ചെയ്യാൻ കഴിയുന്ന ചെയ്യുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അവരെ കയറ്റി വിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ രഞ്ജിത്തിനെ പോലെയുള്ള ഒരാളെ ഇവിടെ തടഞ്ഞു നിർത്തേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി തലത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കളക്ടറായിട്ട് സംസാരിക്കാം എന്നാണ് പറയുന്നത്. അതോടൊപ്പം ലിൻഡോ ജോസഫ് MLA യും സച്ചിൻ ദേവും 2 MLA മാരും ഏതാനും മിനിറ്റുകൾക്കകം ഇങ്ങോട്ട് എത്തിച്ചേരും. ഒന്നുകൂടി നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. അങ്ങനെ നിരന്തരം മോണിറ്ററിംഗ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇനിയും ആവശ്യമായ സാഹചര്യം തന്നെയാണ്. അതുണ്ടാവുമല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഗവൺമെൻറ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇതിൽ ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ നമുക്കറിയാം, ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിലേക്ക് പോകുന്നില്ല. പക്ഷെ പൊതുവെ ഇവിടുത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതി കണ്ടിട്ട് നമുക്കാർക്കും, കേരളത്തിൽ നിന്ന് വന്നവർക്കാർക്കും അത് അത്രയങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഒരു പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ നന്നായിട്ടുണ്ട്. മറ്റൊരു സംസ്ഥാനമാണ്, അതിൻ്റെ ഒരു പരിമിതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് നോക്കാം, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. അപ്പോൾ കൂടുതൽ സംസ്ഥാനത്തുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഗംഗാവാലിപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ് നടക്കുക. അതിന് കൂടുതൽ സാങ്കേതിക ശാസ്ത്ര സംവിധാനങ്ങൾ, കൂടുതൽ എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട്. ഇപ്പോൾ രാവിലെ ഈ മനാഫ് അടക്കമുള്ള പറയുന്നുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിദഗ്ധരെ നമ്മൾ ഈ ദിവസങ്ങളൊന്നും കണ്ടിട്ടില്ല. നമ്മൾ 7 ദിവസം ലോകം മുഴുവനുമുള്ള മലയാളികൾ, നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകിച്ചും ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവരെല്ലാം കാത്തിരിക്കുകയാണ്, കണ്ണിമ ചിമാതെ കാത്തിരിക്കുന്നു. എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.